ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. KCC 15 8ാമത്തെ ക്ലാസ് വിവാഹത്തെ സംബന്ധിച്ച. ഇതിൽ നമ്മൾ വിവാഹത്തിന്റെ പരികർമ്മത്തെ സംബന്ധിക്കുന്ന, വിവാഹം എന്ന കൂദാശയുടെ പരികർമ്മത്തെ സംബന്ധിക്കുന്ന, അതിൻ്റെ പ്രാർത്ഥനകളെ സംബന്ധിക്കുന്ന ചില പഠനങ്ങളാണ് നടത്തുക. പതിവുള്ളതുപോലെ നമുക്ക് ഷെയറിങ്ങിലൂടെ ആരംഭിക്കാം. വിവാഹത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന ക്ലാസ്സുകളിലും പ്രത്യേകിച്ച് 13, 14 എന്നീ ACCയുടെ വർഷങ്ങളിലും നിങ്ങൾ ഇതിനെ സ്പർശിച്ചിട്ടുണ്ട്, പരോക്ഷമായോ പ്രത്യക്ഷമായോ. പക്ഷെ ഈ ക്ലാസിന്റെ പ്രത്യേകത, ഈ കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനകളും, ചൊല്ലുന്ന പ്രാർത്ഥനകളും, ചെയ്യുന്ന ആചാരങ്ങളും, അതിൻ്റെ ആന്തരാർത്ഥങ്ങളും പ്രതീകപരമായ അതിൻ്റെ മാനങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അന്വേഷിക്കുന്നത്. വിവാഹം എന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പര്യാലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ കാര്യങ്ങൾ. ഒന്നാമത്തേത് പള്ളി, അച്ഛൻ, കുറി മുതലായിട്ടുള്ള സാങ്കേതിക വിഷയങ്ങളാണ്. വിവാഹത്തിന്റെ പെണ്ണ് കാണുക അല്ലെങ്കിൽ ചെറുക്കനെ കണ്ടുപിടിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ പരികർമ്മവുമായി, അതിന്റെ വിവാഹം എന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ആ സാങ്കേതികതയ്ക്കൊക്കെ നമ്മൾ വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ് കൂടെ ഞാൻ ചെറിയൊരു പള്ളി കൊണ്ട് അത് തീർത്തത്. അതല്ല വിഷയം. നമ്മുടെ ഡെക്കറേഷനാണ് പനക്കാലം വരും. അതുകൊണ്ട് അതിന് കുറച്ചുകൂടെ വലിയൊരു പൂവ് കൊടുത്തു. ഡെക്കറേഷൻ ഇതിന് മോശമായാലും കുഴപ്പമില്ല, സദ്യ, ഹാള് എന്നിവ ഗംഭീരായിരിക്കണം. അതുകൊണ്ട് അതിനൊരു വലിയ സെർവിങ് പ്ലേറ്റ് ആണ് കൊടുത്തത്. വീഡിയോ ഒട്ടും മോശമാകരുത്. കല്യാണം ഇത്തിരി മോശമായാലും വീഡിയോ ഇത്തിരി കൂടെ നന്നാവണം. അതുകൊണ്ട് അതിനും കൊടുത്തു പ്രാധാന്യം. എല്ലാത്തിലും ഉപരിയായി ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കുകയും അടുക്കുകയും സ്നേഹിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്ന ഹണിമൂൺ, അതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തു. ഇടയ്ക്കൊരു കലാപരിപാടിയൊക്കെ ഉണ്ടാവും, അത് താഴെയുള്ളതാണ്. ഏറെക്കുറെ ഇതാണ് ഒരു ശ്രേണിപരമായ അവലോകനം എന്നൊക്കെ നമുക്ക് പറയാവുന്നു. എന്നാൽ വിവാഹത്തിലെ ഏറ്റവും വലിയ സംഗതി ദേവാലയമാണെന്നും ബാക്കിയെല്ലാം അതിന് പൂരകമായോ സഹായകരമായോ വർത്തിക്കുന്നതാണെന്നുള്ളത് നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും നമുക്ക് വിവാഹത്തെ സംബന്ധിക്കുന്ന കൗദാശിക മാനങ്ങളെ ഒന്ന് അവലോകനം ചെയ്യാം. എന്തിനാണ് വിവാഹം? എന്താണ് വിവാഹം? ഇതിനെ സംബന്ധിച്ച് സ്നേഹത്തിന്റെ ആനന്ദം എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തില് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നു: വിവാഹം എന്ന കൂദാശ കേവലം ഒരു സാമൂഹിക ആചാരമല്ല, പൊള്ളയായ അനുഷ്ഠാനവുമല്ല, സമർപ്പണത്തിന്റെ കേവലം ബാഹ്യമായ ഒരു ചിഹ്നവുമല്ല. അതായത് ഈ കൂദാശയെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. വിവാഹം എന്നത് സാമൂഹിക ആചാരമാണ്, അത് സമർപ്പണമാണ്, പരസ്പരമുള്ള ആത്മസമർപ്പണമാണ്. എന്നാൽ ഈ കൂദാശ എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒന്നാണ്. അത് ദമ്പതികളുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നൽകപ്പെടുന്ന ദാനമാണ്. അതായത് ദമ്പതികളുടെ രക്ഷ അഥവാ നിത്യ സൗഭാഗ്യമാണ് വിവാഹത്തിന്റെ കാതൽ എന്ന് നമ്മൾ എപ്പോഴാണ് ഗ്രഹിച്ചു തുടങ്ങുക? തീർച്ചയായും അതൊരു സാമൂഹിക ആചാരമാണ്, നിഷേധിക്കുന്നില്ല. അനുപേക്ഷണീയമായ ഒരു അനുഷ്ഠാനവുമാണ്, സത്യമാണ്. സമർപ്പണത്തിന്റെ പരിപൂർണ മനോഭാവവുമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ദമ്പതികളുടെ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം, ജീവിതത്തിന്റെ വിഷമസന്ധികൾ ഈ വിശുദ്ധീകരണത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള തരക്കേടുകളും, എല്ലാ വിധത്തിലുള്ള വൈഷമ്യങ്ങളും പ്രയാസങ്ങളും എല്ലാം വിശുദ്ധീകരണത്തിന്റെ വിവിധ മാർഗങ്ങളായി കണ്ടാൽ അത് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെടുന്നതാണ് എന്ന ബോധ്യം വരും. ചുരുക്കത്തിൽ ഒരു സമർപ്പിതനോ സമർപ്പിതയോ, ഒരു പുരോഹിതനോ ഒരു
കന്യാസ്ത്രീയോ എന്തിനു വേണ്ടിയാണോ തങ്ങളുടെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുന്നത്, അതേ മനോഭാവത്തോടു കൂടി വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി തന്നെയാണ് ഈ ദമ്പതികളും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും വലിയ ഒരു സത്യമായി നിൽക്കുന്നു, സന്തോഷദായകമായ ഒരു സത്യമായി നിൽക്കുന്നു. പോരാ, 72-ലും 73-ലുമായി അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നു, അത് മാമോദീസായുടെ കൃപയിൽ അധിഷ്ഠിതമാണ്. എന്താ മാമോദീസായുടെ കൃപ? ദൈവമക്കളാകുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാമോദീസായുടെ കൃപ. രണ്ട് ദൈവമക്കൾ തമ്മിൽ ഒന്നിക്കുന്ന മനോഹരമായ മുഹൂർത്തമാണ്. ക്രിസ്തു തന്റെ ജീവൻ കൊടുത്ത് സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ നിന്ന് സഭ ഉത്ഭവിച്ചതുപോലെ, കുരിശിൽ ത്യാഗത്തിന്റെ പരമോന്നതമായ രൂപമായ കുരിശിൽ മുദ്രവെച്ച ഉടമ്പടിയിൽ തന്റെ ജീവൻ കൊടുത്ത് ക്രിസ്തു സഭയെ എത്രമാത്രം സ്നേഹിച്ചുവോ അതുപോലെ സ്നേഹിക്കുന്നതിന്റെ ഉദാത്തമായ ഒരു സാക്ഷ്യമാണ് ക്രൈസ്തവ വിവാഹം. ജീവൻ കൊടുത്തും പരസ്പരം സ്നേഹിക്കുന്നതിന്റെ ഉദാത്തമായ ഉടമ്പടിയാണ് ഓരോ വിവാഹത്തിലും നടക്കുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പ അവിടെ നമ്മോട് സംസാരിക്കുന്നു. വീണ്ടും ഈ കൂദാശിയിലൂടെ അവിടുന്ന് അവരോട് കൂടെ വസിക്കുന്നു. കുട്ടന്റെ ഷീനിന്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. വിവാഹിതരാകുന്നത് 3 പേരാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഈശോയും. 3 പേരുടേതാണ് ആ സഖ്യം. അത് സാർത്ഥകമാക്കുമാറാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നത്: ഈ കൂദാശയിലൂടെ അവിടുന്ന് നമ്മോട് കൂടെ വസിക്കുന്നു. അവരുടെ കുരിശുകൾ വഹിക്കാനും വീഴ്ചകളിൽ എഴുന്നേൽക്കാനും പരസ്പരം ക്ഷമിക്കാനും ഭാരങ്ങൾ വഹിക്കാനും അവിടുന്ന് അവർക്ക് ശക്തി നൽകും. എത്രമേൽ ക്ലിഷ്ടതരമാണോ ദാമ്പത്യ ജീവിതം, അത്രമേൽ അവിടുന്ന് അവരോട് കൂടെ സഹവസിക്കുന്നു. അവിടുത്തേക്ക് ഈ കഷ്ടപ്പാടുകളെല്ലാം നന്നായിട്ട് അറിയാം. ദാമ്പത്യ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവിടുത്തോളം നന്നായിട്ട് അറിയാവുന്ന വേറെ ആരും ഉണ്ടാവില്ല. ദാമ്പത്യ ജീവിതം കൊണ്ടല്ല, പക്ഷേ കുരിശിന്റെ ഭാരം എന്താണെന്ന് അറിയാം. കുരിശ് വഹിച്ചുകൊണ്ട് നടക്കുമ്പോഴുള്ള വീഴ്ച എന്താണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. അവിടുന്ന് ക്ഷമിച്ചിടത്തോളം, അവിടുന്ന് ക്ഷമിക്കുന്നിടത്തോളം മറ്റാര് ക്ഷമിക്കുന്നു? അവിടുന്ന് നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതുപോലെ സ്ത്രീയും പുരുഷനും പരസ്പരം ഭാരങ്ങൾ വഹിക്കേണ്ടതാണ് എന്ന പരമമായ ബോധ്യത്തിലേക്ക് അവിടുന്ന് നമ്മെ ആനയിക്കുന്നു. വീണ്ടും ശക്തിമാനായ അവിടുന്ന് നമുക്ക് ശക്തി നൽകുകയും ചെയ്യും. മിശിഹായെയും സഭയെയും ഐക്യപ്പെടുത്തുന്ന സ്നേഹത്തിലുള്ള പങ്കാളിത്തമാണ് വിവാഹത്തിലെ കൃപ. മിശിഹ എപ്രകാരമാണോ സഭയെ സ്നേഹിച്ചത്, അപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനുള്ള ഉദാത്തമായ മാതൃകയാണ്. വീണ്ടും അത് ദമ്പതികളുടെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നൽകപ്പെടുന്ന ദാനമാണ് എന്നത് ഇപ്രകാരം അതിനെ വിശദീകരിക്കുന്നു ഫ്രാൻസിസ് പാപ്പ. ഇത് സ്വാഭാവിക സ്നേഹത്തെ പൂർണ്ണമാക്കുകയാണ്. ഇതിത്തിരി ആദരവോടുകൂടിയും അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ വീക്ഷിക്കേണ്ടത്. ബാക്കി എല്ലാ വിവാഹങ്ങളിലും, ക്രൈസ്തവേതര വിവാഹങ്ങളിലും സ്വാഭാവിക സ്നേഹമാണ് അവിടെ നടക്കുന്നത്. ഒരിണയ്ക്ക് ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് തന്റെ ഇണയോട് തോന്നുന്ന സ്നേഹം. എന്നാൽ ഒരു ക്രൈസ്തവ വിവാഹത്തിൽ ഇത് അതിനപ്പുറത്തേക്ക് കടക്കും. അവിഭാജ്യമായ ഐക്യമാണ് സംജാതമാക്കുന്നത്. അവിഭാജ്യമായ, ഒരിക്കലും വിഭജിക്കാനാകാത്ത തരത്തിലുള്ള ഒരു ഐക്യമാണ് ക്രിസ്തു നമ്മിൽ സംജാതമാക്കുന്നത്. അങ്ങനെ ദൈവിക തലത്തിലേക്ക് ദമ്പതികളെ ഉയർത്തി വിശുദ്ധീകരിക്കുന്നതാണ് ക്രൈസ്തവ വിവാഹം എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്ന ജപങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആന്തരാർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രാരംഭഗീതം എന്നത് എല്ലായ്പ്പോഴും എല്ലാ കൂദാശകൾക്കും പതിവുള്ള പ്രാരംഭഗീതം വളരെ മനോഹരമായി ആലപിക്കപ്പെടുന്നു. നിങ്ങൾക്കറിയാം, അത് കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ പിന്നീട് പ്രാരംഭ പ്രാർത്ഥന അഥവാ ശ്ലോസ ആരംഭിക്കുന്നു. ദമ്പതിമാരെ സ്വർഗീയ വരങ്ങളാൽ സമ്പന്നരാക്കണമെന്നും മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ സഹായിക്കണമെന്നും കാർമികൻ ദൈവത്തോട് യാചിക്കുന്നു. വിവാഹം നടന്നിട്ടില്ല, പ്രാരംഭമായിട്ട് ഇതാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ഈശോയുടെ പ്രാർത്ഥന പുസ്തകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സങ്കീർത്തനങ്ങൾ സഭയുടെ
അപരിമേയമായ പാരമ്പര്യത്തിന്റെ കൃപ സമ്പത്ത് എന്താണെന്ന് വെളിവാക്കും. സങ്കീർത്തനം 45, 128 എന്നിവയിൽ നിന്നുള്ള മനോഹരമായ ഒരു കൊമ്പോസിഷൻ ആണ് അവിടെ പാടുക, അവിടെ ചൊല്ലുക. എന്റെ പുത്രി, നീ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഇത് ഒരേ സമയം സങ്കീർത്തനത്തിൽ നിന്ന് വളരെ സമയോചിതമായി എടുത്തതും അതേസമയം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതുമായ ഒരു ദൈവവചനമാണ്. എന്റെ പുത്രി, നീ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. പുരുഷൻ തന്റെ മാതാപിതാക്കളെ വിട്ട് അവൾ സ്ത്രീയോട് ചേരുമെന്നും അവരിരുവരും ഏകശരീരമായി തീരുമെന്നും, സ്ത്രീ തന്റെ മാതാപിതാക്കളെ വിട്ട് നേരെ തിരിച്ച് അതുപോലെ തന്നെ തന്റെ മാതാപിതാക്കളെ വിട്ട് അവനോട് ചേരുമെന്നും നമുക്ക് വിവക്ഷിക്കാം. അതിന്റെ ഒരു പ്രാഗ്രൂപം, അതിന്റെ ഒരു മുൻരൂപം എന്ന നിലയിൽ അവിടെ നമ്മൾ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക, നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഈ വാക്കിന്റെ അർത്ഥമെന്ത്? ഇവിടെ വിവാഹം നടക്കുന്നത് A+B ആണ്. സഭയോ യേശുവോ ഇവിടെ ചിത്രത്തിൽ വരുന്നില്ല, ക്രിസ്തു ചിത്രത്തിൽ വരുന്നില്ല. പിന്നെന്തിനാണ് ഈ കാനോന ഇപ്രകാരമാകുന്നത്, ഈ ജപം ഇപ്രകാരമാകുന്നത്? ഇവിടെയാണ് സിറോ മലബാർ സഭയിലെ ഈ കൂദാശയുടെ, വിവാഹം എന്ന കൂദാശയുടെ സമ്പത്ത് അഥവാ ഇതിന്റെ ധന്യത കിടക്കും. നമ്മുടെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട്, ഈ വിവാഹിതരുടെ വൈവാഹിക മാനം, വിവാഹത്തിന്റെ അളവ്, ആ വിവാഹ സ്നേഹത്തിന്റെ അളവ്, വിവാഹത്തിന്റെ ദൃഢത, സുദൃഢത, വിവാഹ ബന്ധത്തിന്റെ ആഴം, ഇതെല്ലാം ഒരൊറ്റ കാര്യത്തിൽ അധിഷ്ഠിതമാണ്. മിശിഹ സഭയെ പ്രകാരം സ്നേഹിക്കുന്നുവോ, സഭയെ പ്രകാരം മിശിഹയ്ക്ക് വിധേയമായിരിക്കുന്നോ, അത്രത്തോളം. അതാണ് അതിന്റെ സ്കെയിൽ. അതുകൊണ്ടാണ് ഈ വിവാഹത്തെ സംബന്ധിക്കുന്ന പ്രാരംഭ കീർത്തനത്തിൽ തന്നെ ഈ സൂത്രവാക്യത്തെ തിരുസഭ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക, നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുവാൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന തിരുവചനം ഉച്ചരിച്ച് കാർമികൻ ദീപം തെളിക്കും. ഈ ദീപം തെളിക്കല് ആ ഒരു കർമ്മത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, പുറത്തുവിധ അവരുടെ കുടുംബത്തിലെ വിളക്കായിട്ട് ഈശോ നിലനിന്ന് വഴി നടത്തുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. പുതുതായി രൂപീകരിക്കപ്പെടുന്ന ഈ കുടുംബത്തിന്റെ വിളക്ക് ഈശോയാണ്. ആ ഈശോയുടെ വചനം അനുസരിച്ചിട്ടാണ് ഈ കുടുംബം മുന്നേറേണ്ടത്. അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകുന്നു എന്നത് ആ കുടുംബത്തിലൂടെ സാധ്യതമാകണം. അതിനുവേണ്ടിയാണ് നിലവിളക്ക് കത്തിക്കുന്നത്. വീണ്ടും വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. വിവാഹത്തിന്റെ ദൈവികമായ അടിസ്ഥാനം അവിടെ സംസാരിക്കുന്നത് ദൈവം തന്നെയാണ് വചനത്തിൽ. പഴയ നിയമ വായനകൾക്ക് ശേഷം ലേഖനത്തിന്റെ വായന, അതിനകത്ത് വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളാണ് വായിക്കുന്നതെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ മിശിഹായും സഭയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടയാളവും വലിയ രഹസ്യവുമായിട്ട് പൗലോസ് ലീഹ ചിത്രീകരിക്കുന്നു. നേരെ തിരിച്ച് പത്രോസ് ലീഹയുടെ ലേഖനമാണ് വായിക്കുന്നത് എങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തോടും വിധേയത്വത്തോടും കൂടെ ജീവിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാഗ്മാറ്റിക് ആണ്, മറ്റേത് ഡോഗ്മാറ്റിക് ആണ്. വിശുദ്ധ പൗലോസ് ലീഹയുടെ ഒരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ളത്, അതായത് അതാണ് അതിന്റെ ഡോഗ്മ, അതിന്റെ രഹസ്യം അതാണ്, മിസ്റ്ററി അതാണ്, വിശ്വാസ രഹസ്യം അതാണ്. എന്നാൽ ഇവിടെ വിശുദ്ധ പത്രോസ് ലീഹയെ സംബന്ധിച്ചിടത്തോളം അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന സംഗതികളെ കുറിച്ചും അതിന്റെ നിലപാടുകളെ കുറിച്ചുമാണ്. അതിന്റെ അനുദിന ജീവിതത്തിലെ പാരസ്പര്യത്തിന്റെ നിലപാടുകളെ സംബന്ധിച്ചിട്ടാണ് വിശുദ്ധ പത്രോസ് ലീഹ പറയുന്നത്. രണ്ടും ഉത്തമമെന്നേ പറയുന്നു. അതിനുശേഷം സുവിശേഷമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കുന്നത് എങ്കിൽ കാനായിലെ വിവാഹ വിരുന്നിൽ അവിടുന്ന് പ്രവേശിച്ച് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ ആ ഉപമയാണ്, ആ സംഭവമാണ് അവിടെ വായിക്കുന്നത്. എല്ലാ വിവാഹങ്ങളിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും നടുവിലേക്ക് ദൈവപുത്രൻ കടന്നു വരുന്നു. അവരുടെ പച്ചവെള്ളത്തെ, അവരുടെ ലിമിറ്റേഷനുകളെ, അവരുടെ മുഴുവൻ അത്രേ ഉള്ളൂ ആ അവസ്ഥയെ, രുചിയും ഗുണവും മണവുമില്ലാത്ത അവരുടെ ജീവിതത്തിന്റെ പച്ചവെള്ളത്തെ
അവിടുത്തെ സ്പർശനത്താൽ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്താൽ അവിടുന്ന് ഏവർക്കും സന്തോഷം അരുളുന്ന പുതുവീഞ്ഞാക്കി മാറ്റുന്നുവെങ്കിൽ വിവാഹത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്, അത് മാത്രം. വിവാഹിതരാകുന്നവരുടെ പരിമിതികളോടും കൂടെ, അവരുടെ ഇല്ലായ്മകളോടും വല്ലായ്മകളോടും കൂടെ അവനുണ്ടെങ്കിൽ ഏവർക്കും സന്തോഷം അരുളുന്ന, അതാണ്. അവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല, വിവാഹ വിരുന്ന് അവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരും, ആ സമൂഹത്തിന്, ആ ഇടവകയ്ക്ക്, ആ പ്രാർത്ഥനാ ഗ്രൂപ്പിന്, ആ തറവാടിന്, ആ സമുദായത്തിന് ഒക്കെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കുഞ്ഞ് ഗ്രഹസഭയായി അത് മാറുന്നു. വീണ്ടും വിശുദ്ധ മർക്കോസ് സുവിശേഷകന്റേതാണ് വായിക്കുന്നത് എങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി, ഐക്യം, വിശ്വസ്തത, അഖണ്ഡത എന്നീ 3 ഗുണങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി കാണുന്നുണ്ട്. ഐക്യം, വിശ്വസ്തത, അഖണ്ഡത എന്നീ 3 ഗുണങ്ങളെ കുറിച്ചിട്ടാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ അവിടെ പറയുന്നത്. അഖണ്ഡത പോരാ, ജീവനോടുള്ള തുറവി എന്ന 4ാമത്തെ ഗുണവും കൂടി കൂടുമ്പോൾ അതിനെ നമ്മൾ വൈവാഹിക നന്മ എന്ന് പറയും. സൃഷ്ടിയിൽ തന്നെ ദൈവം പദ്ധതിയിട്ട വൈവാഹിക ജീവിതത്തിലെ ഗാഠ സൗഹൃദവും സ്നേഹവും അവഗണിക്കാൻ മാനുഷിക നിയമങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഈശോ തറപ്പിച്ചു പറയും. ഇതാണ് സുവിശേഷ വായനയിൽ സംഭവിക്കുന്നത്. അതിനുശേഷം നാം പ്രാർത്ഥിക്കുന്നതാണ് കാറോസൂസ. കാറോസൂസ എന്നത് ആ സമൂഹം, അവിടെ സംബന്ധിക്കുന്ന സമൂഹം സഭയോടൊത്ത് ഈ വിവാഹിതരാകുന്ന ദമ്പതിമാർക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു പ്രാർത്ഥന. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നാണ് ആ പ്രാർത്ഥന വരേണ്ടത്. തീർച്ചയായും ആ സമയമാകുമ്പോഴത്തേക്കും വിരുന്നെന്തായി എന്നുള്ളതിന്റെ ചിന്തയായിരിക്കും വരിക. പക്ഷെ അതിനും അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ നാം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ വിനിയോഗിക്കേണ്ടത്. ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണവും മാതൃകാപരവുമായ കുടുംബജീവിതത്തിന് വേണ്ടി വധൂവരന്മാർക്ക് സംലബ്ധമാകണമേ എന്ന് ആരാധനാ സമൂഹം, വിശ്വാസി സമൂഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കാറോസൂസ. അതിനുശേഷം വിവാഹത്തിന്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. പ്രബോധന ഗീതത്തിനകത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയും തോബിത്തിന്റെ പുസ്തകം 8:7 അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെയാണ് നമ്മൾ ആ കാവ്യം, ആ ഗാനം രചിച്ചിരിക്കുന്നത്. ആനന്ദിക്കുക പ്രിയപുത്രി എന്നത് മനോഹരമായ ഒരു ഗാനമാണത്. ആനന്ദഭൈരവി രാഗത്തിലാണ് സാധാരണ ഇത് ആലപിക്കുക. വളരെ മനോഹരമായി ഇത് തന്നെ നമ്മൾ ചെയ്യുന്നു. ഇത്ര തന്നെ അതിന്റെ സാംഗത്യം ഇതാണ്. ഈശോ എപ്രകാരമാണോ തന്റെ തിരുശരീര രക്തങ്ങൾ നൽകിക്കൊണ്ട് സഭയെ സ്നേഹിച്ചത്, അതുപോലെ പരസ്പരം സ്നേഹിക്കാനുള്ള വിളിയാണ് നിന്റേത് എന്ന് വധൂവരന്മാരെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഗീതമാണ്. പ്രബോധന ഗീതം. അതിനുശേഷം കാതലിലേക്ക് കടക്കുന്നു, വിവാഹ ഉടമ്പടി. ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇത് മറ്റേതൊരു ഉടമ്പടിയെയും പോലെ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ് ആണ്. ഉപേക്ഷ കൂടാതെയും ഉത്തമ വിശ്വാസത്തിലും ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ് എന്നത് എല്ലാ ഉടമ്പടിയുടെയും സാധുവായ ഒരു അവസ്ഥയാണ്, അഥവാ മുൻ വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് ഒരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോ തെറ്റായ ധാരണകളോ ആളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ ഇല്ല. ഇന്നയാളെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി, അത് ഒരു വിവാഹ ഉടമ്പടിയെ സാധുവാക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ്. കൃത്യമായ ബോധ്യമുണ്ടാവുക, ആരോടാണെന്നും എന്താണെന്നും സ്വതന്ത്ര മനസ്സോടും പൂർണ്ണ സമ്മർദ്ദത്തോടും കൂടെയാണെന്നും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടിയാകൂ. അതുകൊണ്ട് വരന്റെ പേര് വിളിച്ചിട്ടാണ്, പ്രിയപ്പെട്ടവനെ എന്നൊന്നുമല്ല. അപ്പോഴാണ് വരന്റെ മാമോദിസ പേര് പലപ്പോഴും നമ്മൾ അറിയുക. റോജിന്നോ അല്ലെങ്കിൽ ബേണി എന്നോ ഒക്കെയുള്ള പേരുകളായിരിക്കും പലപ്പോഴും. ഒരു അത്ര ശരിയല്ലാത്ത ഒരു കീഴ്വഴക്കമാണ് വിളിപ്പേരുകൾ വിളിച്ച് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സഭയിൽ എന്താണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന പേര്, ആ പേരാണ് വിളിക്കേണ്ടത്. ബേണി എന്നാണെങ്കിൽ ബേണി എന്ന് മതി. ഇനി അല്ല, മാമോദിസ പേര് മത്തായി എന്നാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മത്തായി എന്ന് തന്നെ വിളിക്കണം. മത്തായി
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നിയമവും ഇതനുസരിച്ചിട്ട് സമ്മതത്തോടും കൂടെ ഇത്രയും നാളും ഷേണിയെന്നോ അല്ലെങ്കിൽ അതിമനോഹരമായ വേറെ ഏതെങ്കിലും ക്ഷേമയെന്നോ അല്ലെങ്കിലൊക്കെ പേര് വിളിച്ചിരിക്കുന്ന അതിമനോഹരമായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്ന ഈ കുട്ടിയുടെ പേര് ഏലിയാമ്മ എന്നാണെന്നുള്ളത് അപ്പൊ ആ നിമിഷത്തിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. മാമോദിസ പേര് ആണ് വിളിക്കുന്നത് എങ്കിൽ ഏലിയാമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഓ, ഇതാണ് ചോദ്യം. നേരെ തിരിച്ചിട്ടും അതുപോലെ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം നമ്മൾ സാമൂഹികമായും അല്ലെങ്കിൽ ബാക്കി എല്ലാ തരത്തിലുമുള്ള നാമങ്ങളാണെങ്കിൽ ഏത് വിശുദ്ധന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇവൻ അല്ലെങ്കിൽ ഇവൾ നാമം സ്വീകരിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തി താൻ ദൈവപുത്രനും ദൈവപുത്രിയുമാകാനുള്ള ആ അവസരത്തിൽ താൻ ഏത് പേര് സ്വീകരിച്ചിരിക്കുന്നു, ഏത് വിശുദ്ധന്റെ ഐക്യത്തോടു കൂടിയുള്ള ബന്ധമാണോ സ്വീകരിച്ചിരിക്കുന്നത്, നാമവുമായിട്ടുള്ള ഐക്യമാണോ സ്വീകരിച്ചിരിക്കുന്നത്, അത് തന്നെ വിളിക്കുന്നത് ഏറെ യുക്തവും ഉചിതവുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അസാധു ഒന്നും ആകുന്നില്ല. വേണിയെന്നും ഷേബാന്നും വിളിക്കുന്നതിൽ ഒരു അസാധുത്വവുമില്ല. പക്ഷേ കുറെ കൂടി ആഴമേറിയ ഒരു ക്രൈസ്തവ പ്രതിബദ്ധത മറ്റേതിലില്ലേ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. അത്ര തന്നെയും. പിന്നെ ഇതിന് 2 സാക്ഷികൾ വേണം. സാധാരണഗതിയിൽ ഒരു ഉടമ്പടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വിറ്റ്നസസ് എന്നും പറഞ്ഞിട്ട് 2 പേർ ഒപ്പിടും. അതുപോലെ തന്നെ 2 സാക്ഷികൾ. ഈ സാക്ഷികളെ എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് ഓടിക്കൊണ്ടെന്ന് നിർത്തിയാൽ പോരാ കേട്ടോ. സാക്ഷികളെ സംബന്ധിക്കുന്ന പുതിയ നിയമങ്ങളിലൊന്ന് പല രൂപതകളും അനുവർത്തിക്കുന്നത് സാക്ഷികളും ഈ 2 പേരും സാക്ഷികളും യഥാർത്ഥ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിലുള്ളവരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഏതെങ്കിലും സ്ഥലത്ത് നിന്നൊക്കെ വരുന്നവരായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഈ 2 പാർട്ടികൾ. അപ്പൊ ഇവരെ ആരാണ് എന്താണെന്നുള്ളത് ഈ പറയുന്ന പുരോഹിതന് ഒരു പിടി ഉണ്ടാവുമല്ല. സാക്ഷികൾ എന്ന് പറയുന്നവരെ പിന്നെ കിട്ടണം. അവർ ഉത്തമ വിശ്വാസത്തിലും പൂർണ്ണ ബോധ്യത്തിലുമായിരിക്കണം. ഇവർ 2 പേരെയും വ്യക്തിപരമായി അറിയാവുന്നവരായിരിക്കണം. ഇവരുടെ ഐഡന്റിറ്റി അവർക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ വേണം. അതിനുശേഷമാണ് ഞങ്ങൾ ഇത് കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. വധുവരന്മാരോട് നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. ഉടമ്പടി അവിടെ നടന്നു കഴിഞ്ഞു. ഉവ് എന്ന് പറയുന്ന സമയത്ത് വിവാഹം നടന്നു കഴിഞ്ഞു. ഇനി ആ ഉവിനെ യെസ് എന്ന് പറഞ്ഞിരിക്കുന്ന വെർബൽ എഗ്രിമെന്റിനെ വായ കൊണ്ട് പറഞ്ഞതിനെ നമ്മൾ ഒരു ഗസ്റ്റർ, ഒരു ആംഗ്യം കൊണ്ട് സാധൂകരിക്കുകയാണ്. പരസ്പരം കൈകൾ ചേർത്ത് പിടിക്കുക. അതുവഴിയായിട്ട് സകലരുടെയും മുമ്പാകെ, കർത്താവിന്റെയും സഭയുടെയും ലോകത്തിന്റെയും മുമ്പാകെ തങ്ങളുടെ പരസ്പരമുള്ള സമ്മതത്തെയും ഐക്യത്തെയും ഇനി മാറ്റമില്ലാത്ത വിധത്തിൽ, തിരിച്ചുവരവില്ലാത്ത വിധത്തിൽ, സാൻസ് റീകോഴ്സ്, അയ്യോ വേണ്ട എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ അവർ ഏകമായി അവർ ഐക്യത്തോടെ സമ്മതിക്കുന്നു എന്നതിന്റെ പ്രതീകമായിട്ടാണ് വലതുകരം ചേർത്തത്. അടുത്തത് താലി വെഞ്ചരിപ്പ്. ഈ താലി വെഞ്ചരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ താലിയൊക്കെ വേണോ? ചിലർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ എന്തിനീ താലി, അങ്ങനെയുള്ള താലി? അങ്ങനെ വലിയ അത്യാവശ്യമൊന്നുമില്ല. താലിയുടെ വലിയ അത്യാവശ്യമൊന്നുമില്ല. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം? താലി ഇല്ലെങ്കിൽ കല്യാണം നടക്കും. അതായത് താലി ഒരു സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചത്. അതിൽ തന്നെ അല്ല പ്രാധാന്യം. നമ്മൾ ജീവിക്കുന്ന ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ നമ്മൾ പരസ്പരം മറ്റുള്ളവരുമായിട്ട് ഇടപെടർന്ന ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ഏറ്റവും നല്ല ആചാരങ്ങൾ, മനോഹരമായ ആചാരങ്ങൾ നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു രൂപം മാത്രമാണ് ഈ താലി. ഭാരത സംസ്കാരത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ദിവ്യത്വമുണ്ട്. മന്ത്രകോടിയിൽ നിന്ന് നൂലുകൾ ഉപയോഗിച്ചാണ് അത് പിരിച്ചെടുക്കുന്നത്. സ്നേഹത്തിലും സ്ത്രീ പുരുഷന്മാരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന, സ്നേഹത്തിലും വിശുദ്ധിയിലും ബന്ധിപ്പിക്കുന്ന കർമ്മമാണ് താലി കെട്ടെന്ന് താലി വെഞ്ചരിപ്പിന്റെ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നു. താലിയല്ല വിശുദ്ധം, താലിയെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയാണ് മഹത്വം. താലിയുടെ അപ്പുറത്തേക്ക് അത് ഏത് സങ്കല്പത്തെയാണോ സംവഹിക്കുന്നത് ആ സങ്കല്പമാണ് മഹത്വം. അതുകൊണ്ട് താലി കെട്ടാൻ ഇഷ്ടമുള്ളവർ അഥവാ താലി എന്ന ആചാരത്തെ മാറ്റാൻ താല്പര്യപ്പെടുന്നില്ലാത്തവർ നിശ്ചയമായിട്ടും ആ താലി കെട്ടുക തന്നെ വേണം. ചിലരെങ്കിലും താലി കെട്ടുന്നുണ്ട്, ചിലർ ലത്തീൻ കർമ്മത്തിലൊന്നും പലപ്പോഴും ഇല്ല. എന്നാൽ ലത്തീൻ കർമ്മത്തിലും ഇപ്പോഴത്തെ നല്ല കുറെ കാലമായിട്ട് തന്നെ താലി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ള ഒന്നാണ്. അതിന്റെയൊക്കെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മുടെ സമൂഹത്തില്. വീണ്ടും മോതിരം വെഞ്ചരിപ്പ്. ഈ മോതിരം പോലും അതൊരു പാശ്ചാത്യമായ ഒരു സംഗതിയാണ്. ഈ മോതിരം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊന്നും മോതിരമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതും സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമാണ്.
വിശുദ്ധ ജലം കൊണ്ട് മോതിരത്തെ വിശുദ്ധീകരിക്കുന്നു. പരസ്പരമുള്ള ഐക്യത്തിന്റെയും അഭേദ്യതയും അടയാളമായി, സ്വയം ദാനത്തിന്റെ അടയാളമായി പരസ്പരം മോതിരം കൈമാറുന്നു. വിവാഹം കഴിക്കുന്നത് നമ്മുടെ ഏലിക്കുട്ടിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏലിയാമ്മയാണെന്നിരിക്കട്ടെ, ഏലിയാമ്മ എന്ന് എഴുതിയ മോതിരമാണ് അയാളുടെ, നമ്മുടെ തൊമ്മന്റെയോ അല്ലെങ്കിൽ മത്തായിയുടെ കയ്യിലിടുക. അതിന്റെ അർത്ഥം എന്താണ്? ഏലിയാമ്മ തന്നെ കൊടുക്കുന്നു. കരങ്ങളിൽ സംവഹിക്കാൻ വേണ്ടി ഇനി മത്തായി അല്ലെങ്കിൽ തൊമ്മനാണ് വിളിക്കപ്പെട്ടത്. നേരെ തിരിച്ച് മത്തായി എന്ന് പറയുന്നയാൾ സ്വന്തം പേര് മത്തായി വക എന്ന് എഴുതിയിരിക്കുന്ന പേര് ഉള്ള മോതിരം, മത്തായി എന്ന പേര് എഴുതിയിരിക്കുന്ന മോതിരം ഏലിയാമ്മയ്ക്ക് കൊടുക്കും. അപ്പൊ മത്തായി എന്നൊന്നും ആയിരിക്കും പേരെഴുതുന്നത്. അവൻ റോബിൻ എന്നാണെങ്കിൽ റോബിൻ എന്ന് എഴുതിയ പേര് ഷീബയ്ക്കും. അപ്പൊ ഇനി മുതൽ ഈ ഷീബയുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ ഈ പറയുന്ന സാന്നിധ്യം ഉണ്ടാകും. ഇത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് മനോഹരമായ ഒരു സങ്കല്പം. യഥാർത്ഥത്തിൽ ഈ മോതിരത്തെ മഹത്തരമാക്കുന്നത് ആ മോതിരത്തിന്റെ വിലയോ അതിന്റെ സ്വർണമോ ഒന്നുമല്ല, അതിന് പിറകിലുള്ള ഉദാത്തമായ സങ്കല്പമാണ്. അത് യാഥാർത്ഥ്യത്തോട് അത്രമാത്രം ചേർന്ന് പോകുന്നതുമാണ്. വീണ്ടും മന്ത്രകോടി വെഞ്ചരി. മന്ത്രകോടി എന്നത് ഒരു തികച്ചും ഭാരതീയമായ ഒരു സംസ്കാരമാണ്. ഭാരതീയം എന്ന് പറഞ്ഞുകൂടാ, അത് കുറെ കൂടി കേരളീയം എന്നേ പറയുന്നു. കേരളത്തിലെ സവർണ വിഭാഗത്തിൻ്റെതാണ് മന്ത്രകോടി. അത് ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. സംരക്ഷണത്തിന്റെ ഒരു അടയാളമായിട്ട് പുരുഷൻ സ്ത്രീയെ പുതപ്പിക്കുന്നു. മാത്രമല്ല ക്രിസ്തു സഭയെ തന്റെ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ അലങ്കരിച്ചതുപോലെ എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ മാനമാണ് ലഭിക്കുന്നത്. വേറൊരു ഡയമെൻഷനിലേക്ക് അതങ്ങ് പോവുകയായിരുന്നു. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. വീണ്ടും പ്രതിജ്ഞയാണ്. വിവാഹം കഴിച്ചതിന് ശേഷം അവർ അഭേദ്യമായ വിധത്തിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവര് പരസ്പരം ഉറപ്പ് നൽകുകയും അൾത്താരയിലുള്ളവനും തനിക്ക് ചുറ്റും നിൽക്കുന്നവരോടും ഉറപ്പ് നൽകുകയും ചെയ്യും. ഇന്നു മുതൽ മരണം വരെ എന്ന് ആരംഭിക്കുന്ന അത്, ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹം മുഴുവൻ അവർക്ക് വേണ്ടി ഉള്ളു ചുട്ടു പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പോലും പരസ്പരം അവിശ്വസ്തമായി ജീവിക്കാതിരിക്കാനുള്ള കൃപ, ഏകമനസ്സോടുകൂടി ജീവിക്കാനുള്ള കൃപ, സ്നേഹത്തിലും വിശ്വസ്തയോടും കൂടി ജീവിക്കുവാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനുമുള്ള കൃപ, അങ്ങനെ ഒരുപാട് കൃപകൾ ഇവർക്ക് നൽകപ്പെടട്ടെ എന്ന് അവരാശിക്കുന്നു. തിരുസഭ പ്രാർത്ഥിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. തിരുസഭ ഉള്ളു ചുട്ട് അവരോട് കൂടെ വിശ്വാസ ഗണത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നു. അതാണ് പ്രതിജ്ഞയുടെ സമയത്ത് നടക്കുന്നത്. വീണ്ടും കൈവപ്പ് പ്രാർത്ഥന. കാർമികൻ വലതുകരം നീട്ടി പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലമുറകളെ രൂപീകരിച്ച ദൈവം, തലമുറകളോട് കൂടെ ഉണ്ടായിരുന്ന ദൈവം ഇവരുടെ തലമുറകളിലും ഉണ്ടാകട്ടെ, ഇവരുടെ തലമുറകളെയും സമ്പുഷ്ടമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ കൃതജ്ഞതാ പ്രാർത്ഥനയിൽ ദൈവം അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ചതുപോലെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമെന്ന് കാർമികൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യൂസഫിന്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. അതോടുകൂടെ ഒരു ഗാർഹിക സഭ, ഡൊമസ്റ്റിക് എക്ലേസിയ രൂപം കൊള്ളുന്നു. മനോഹരമായ ഈ കുടുംബം എപ്രകാരം ജീവിക്കണമെന്ന് തിരുസഭ ആശിക്കുന്നുവോ അപ്രകാരം ജീവിക്കട്ടെ എന്ന് ചുറ്റും കൂടിയിരിക്കുന്ന വിശ്വാസഗണം, വിശ്വാസികളുടെ സമൂഹം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ ഇടവകയിലെ എല്ലാ ജനങ്ങളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈദികൻ തിരുസഭയുടെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഴയ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ വിവാഹക്രമത്തിലെ അതിമനോഹരമായ ഒരു ഗാനം ഇതാണ്: തിരുസഭ വിജയത്തിൽ തൊടുകുറി അണിയുന്നു. ഇവിടെയാണ് തിരുസഭ വിജയിക്കുന്നത്. തനിക്ക് വേണ്ടി മക്കളെ സൃഷ്ടിക്കുവാനും തനിക്ക് വേണ്ടി ആയിരിക്കുവാനും വിശ്വാസത്തിൽ തന്നെ പിൻചൊല്ലുവാനുമായിട്ട് തിരുസഭ മാതാവ് ഒരു കുടുംബത്തെ കൂടി സ്ഥാപിക്കും. കുരിശിലെ ആത്മബലിയിലൂടെയാണ് മിശിഹ സഭയുമായി ഒന്നാകുന്നത്. ആദത്തിന്റെ പാർശ്വത്തിൽ നിന്ന് ഉരുവായ ഹാവ ആദവുമായി ഒരു ശരീരമായി തീർന്നു. മനോഹരമായ ഒരു ക്രൈസ്തവ സങ്കല്പമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
ആദാം ഉറങ്ങിക്കിടന്നപ്പോൾ അവന്റെ വാരിയെല്ലെടുത്ത് ഹാവായെ സൃഷ്ടിച്ചു. അവർ ഏക ശരീരമായി. കുരിശിൽ തലചായ്ച്ചു കിടന്നിരുന്ന ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകിയ രക്തത്തിലൂടെയും ജലത്തിലൂടെയും സഭ ജന്മമെടുത്തു. മാത്രമല്ല, ബാക്കിയെല്ലാം കണ്ടുകൊണ്ടിരുന്ന സുവിശേഷകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ വിലാവിൽ നിന്ന് രക്തവും ജലവും ഒഴുകി ഇത് കണ്ടവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താ ബാക്കിയൊന്നും കാണാതെ അല്ല, അതിന് അനിതര സാധാരണമായ പ്രാധാന്യമുണ്ട് എന്ന് സുവിശേഷകൻ മനസ്സിലാക്കിയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നിമിഷത്തിലാണ് സഭ ജന്മമെടുത്തത്. അവന്റെ പാർശ്വത്തിലെ രക്തത്തിൽ നിന്നും ജലത്തിൽ നിന്നുമാണ്, കൃപാവരത്തിൽ നിന്നും കുദാശകളിൽ നിന്നുമാണ് എന്നൊക്കെ ഒരുപാട് വിവരണങ്ങൾ സഭാപിതാക്കന്മാർ തരുന്നു. പെസഹ രഹസ്യമാണ് മിശിഹായുടെയും സഭയുടെയും ഒന്നായിത്തീരലിന്റെ വിവാഹത്തിന്റെ ആധാരമായി വെച്ചത്. പെസഹ രഹസ്യം എന്നത് പെസഹായുടെ ആ ഒരു ദിവസം മാത്രം, ആ അന്തിമ അത്താഴ ഭോജന വേള മാത്രമല്ല നാം ഉദ്ദേശിക്കുന്നത്. പ്രത്യുത അവിടുത്തെ പീഡാസഹനത്തിന്റെയും പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെയും പീഡാസഹനത്തിന്റെയും ക്രൂശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രഹസ്യത്തെയാണ്, രക്ഷാകര രഹസ്യത്തിലെ മൊത്തമായിട്ടാണ് നാം പെസഹ രഹസ്യം എന്ന് പറയുന്നത്. ഭൗമിക യാഥാർത്ഥ്യമായ വിവാഹം യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നടക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷെ മിശിഹായും സഭയുമായിട്ടുള്ള വിവാഹത്തിൽ അതൊരു വലിയ ആധ്യാത്മിക യാഥാർത്ഥ്യം. മിശിഹ എത്രത്തോളം സഭയുമായി പരസ്പരം ഐക്യപ്പെട്ട് കിടക്കുന്നുവോ, സഭ എപ്രകാരം മിശിഹായുമായി ഐക്യപ്പെട്ട് കിടക്കുന്നുവോ, അതുപോലെ പരസ്പരം ഐക്യപ്പെടേണ്ടുന്നവരാണ് ദമ്പതിമാർ എന്ന് ഇതിനെ സൂചിപ്പിക്കുന്നു. വീണ്ടും വിവാഹത്തിന്റെ ദൈവശാസ്ത്രത്തെ കൂട്ടായ്മയുടെ ജീവിതമായിട്ടാണ് ഈ പൗരസ്ത്യ ദൈവശാസ്ത്രം കാണുന്നത്. ത്രിത്വാത്മക കൂട്ടായ്മ, പിതാപുത്ര പരിശുദ്ധാത്മാവ് തമ്മിൽ ഉള്ള ആ കൂട്ടായ്മ പോലെ തന്നെയാണ് മിശിഹായും സഭയും തമ്മിലുള്ള കൂട്ടായ്മ. മിശിഹായും സഭയും തമ്മിലുള്ള കൂട്ടായ്മ പോലെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ വിവാഹിതർ തമ്മിലുള്ള കൂട്ടായ്മ എന്നുള്ളതൊക്കെ പരസ്പരം പാരസ്പര്യത്തോടു കൂടെ കിടക്കുന്നതാണ്. അതിമനോഹരമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം എന്ന രഹസ്യത്തിന്റെ, ദമ്പതികൾ തമ്മിലുള്ള ഐക്യം എന്ന രഹസ്യത്തിന്റെയും ഒരുമിച്ചുള്ള ആഘോഷമാണ് വിവാഹം. ഇത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വാക്കാണ്. അതായത് നമ്മൾ അവിടെ A+B എന്ന കല്യാണം മാത്രമല്ല നമ്മൾ കണ്ടത് എന്ന് ചുരുക്കം. അതിനും അപ്പുറത്തേക്ക് വേറൊരു സംഗതിയിലൂടെ നമ്മൾ കടന്നുപോയി. അതെന്താണ്? മിശിഹായും സഭയും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെയും നമ്മൾ ആഘോഷിച്ചു. അതോടൊപ്പം തന്നെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യം എന്ന രഹസ്യത്തെയും നമ്മൾ ആഘോഷിച്ചു. ഒരേ സമയം ദൈവശാസ്ത്രപരമായ രണ്ട് മാനങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത്തേതും പ്രബലമായിരിക്കുന്നതും യഥാർത്ഥത്തിൽ അടിസ്ഥാനമായിരിക്കുന്നതുമായത് എന്താണ്? മിശിഹായും സഭയും തമ്മിലുള്ള വൈവാഹിക ബന്ധം. അതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതും അതിൽ നിന്ന് മുളച്ചതും അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നതുമായ ഒന്നാണ് ഇന്ന് കൊണ്ടാടപ്പെടുന്നതായ വിവാഹം. അത്ര മനോഹരമായ ഒരു ദൈവശാസ്ത്രമാണ് ഇത് എന്ന് നമുക്ക് ഊഹിക്കാം. കുരിശിലെ ആത്മബലിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു ഒരു വിവരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം ആദാമിൽ നിന്ന് ഹാവ ജനിച്ചു, അഥവാ ആദാമിന്റെ വാരിയിൽ യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് സഭ ജനിക്കുന്നു. അതിന് ദൃശ്യരൂപം ഉണ്ടാകുന്നു. ഈ ദൃശ്യരൂപമായ സഭയിൽ നിന്ന്, മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവാഹിതർ തമ്മിലുള്ള ബന്ധം, ദമ്പതിമാർ തമ്മിലുള്ള വിവാഹബന്ധം ആശീർവദിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഭൗമിക യാഥാർത്ഥ്യമായ വിവാഹം മിശിഹായിൽ ഒരു ആധ്യാത്മിക യാഥാർത്ഥ്യമായി, ഭൗമിക യാഥാർത്ഥ്യമായ വിവാഹം മിശിഹായിൽ ഒരു ആധ്യാത്മിക യാഥാർത്ഥ്യമായി. അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാം, ഏതൊരു ക്രൈസ്തവ വിവാഹവും ഒരു ഭൗമിക യാഥാർത്ഥ്യമാണെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഏതിൽ നിന്ന് കൃപ സ്വീകരിച്ചുവോ, ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ രൂപീകരിക്കപ്പെട്ടത്, ആ മിശിഹായും ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി മിശിഹായിൽ ഒരു ആധ്യാത്മിക യാഥാർത്ഥ്യമായി മാറിയിരിക്കും. വിവാഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതാണ്. അവ വൈവാഹിക നന്മകൾ എന്ന, അഥവാ ബോണം കൊഞ്ചുഗം എന്നത് വൈവാഹിക നന്മകൾ. ഒന്നാമത്തേത് ഐക്യം, രണ്ടാമത്തേത് വിശ്വസ്തത, മൂന്നാമത്തേത് അഖണ്ഡത, നാലാമത്തേത് ജീവനോടുള്ള തുറവി.
അമോരിസ് ലത്തീസിയ അഥവാ സ്നേഹത്തിന്റെ ആനന്ദം 76-ാം ഖണ്ഡിക ഇതിനെ ഇപ്രകാരം പറയുന്നു. ഇത് വിശുദ്ധ ആഗുസ്തീനോസ് ആണ് ആദ്യം ഇത് വിശദീകരിച്ചത്. അതിനെ അമോരിസ് ലത്തീസിയ വീണ്ടും പറയുന്നു, വിശദീകരിച്ചു പറയുന്നു. ഐക്യം, ഇനി ഒരിക്കലും വിട്ടുപോകാനാകാത്ത വിധത്തിലുള്ള പരസ്പരമുള്ള ഐക്യത്തിന്റെ പ്രകാശനമായി അവർ പരസ്പരം ഇന്നു മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിജ്ഞയെത്തും. അഖണ്ഡത, മനുഷ്യൻ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരുസഭ അവരെ ആശീർവദിക്കുന്നത് അപ്രകാരമാണ്. ഇനി ഒരിക്കലും ഇന്നു മുതൽ മരണം വരെ എന്നുള്ള ആ ഒരു വാക്കിന്റെ ഒരു പ്രതിജ്ഞാപരമായ രൂപം, അതിന്റെ ഒരു ഗുണമാണ്, നന്മയാണ് അഖണ്ഡത എന്നത്. വിശ്വസ്തത, എല്ലായിടത്തും പരസ്പരം ആയിരിക്കുക. ടു വോക്ക് വിത്ത്, ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയുന്നതാണ്, കൂടെ നടക്കാനുള്ള കൃപയുടെ പേരാണ് വിശ്വസ്തത. വീണ്ടും ജീവനോടുള്ള തുറവി. ഒരു വിവാഹം സാർത്ഥകമാകുന്നത് ഉവ്വ് കർത്താവേ എന്ന് പരിശുദ്ധ മറിയം എപ്പോഴാണോ തൻ്റെ ജീവനോടുള്ള ക്ഷണത്തിനെ ഇത് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞത്, എപ്പോഴാണോ തിരുസഭയിലെ അടിസ്ഥാന ഘടകമായിരിക്കുന്ന ഗാർഹിക സഭ ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവനെ തുറന്ന മനസ്സോടുകൂടെ സ്വീകരിക്കുന്നത്, തങ്ങൾക്കായി ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ പരിധിയില്ലാത്ത സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുന്നത്, അതിന് നിയന്ത്രണങ്ങളും നീക്കുപോക്കുകളും വെക്കാതെ ദൈവം തരുന്നതിനെ കൈനീട്ടി വാങ്ങുന്നത്, അവിടെ പരിശുദ്ധ മറിയത്തിന്റെ മനോഭാവത്തോടുകൂടെ തിരുസഭയിലെ ജീവനുള്ള അംഗങ്ങളായി നാം മാറുന്നു എന്ന് അവിടെ ലക്ഷ്യമാക്കുന്നു. ജീവനോടുള്ള തുറവിയുള്ള കുടുംബമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ കുടുംബത്തിന്റെ ചൈതന്യം സംവഹിക്കുന്നത് എന്ന് അമോരിസ് ലത്തീസിയ നമ്മളോട് സംസാരിക്കുന്നു. വിവാഹവും വിശുദ്ധ കുർബാനയും. വിശുദ്ധ കുർബാനയിൽ മിശിഹായും സഭയും തമ്മിലുള്ള ഏറ്റവും ഗാഠമായ ഐക്യത്തിന്റെ ആഘോഷം നടക്കുന്നു. അവിടെയാണ് നമ്മൾ ഇതിനു മുമ്പ് വായിച്ച് കണ്ടതാണ്, ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ്. മണവാട്ടിയായ സഭയ്ക്ക് മണവാളനായ മിശിഹ തന്റെ തിരുശരീര രക്തങ്ങളാണ് നൽകുന്നത്. അതുപോലെ വിവാഹത്തിലും തന്നെ ആത്മബലിയായി മിശിഹ എപ്രകാരമാണോ ആത്മദാനമായി നൽകിയത്, അതുപോലെ പരസ്പരം ആത്മദാനമായി നൽകുവാൻ നമ്മൾ ദമ്പതികൾ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യമാണ് അവിടെ അവർക്ക് കൊടുക്കുന്നതും നാം അനുസ്മരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മറിയത്തോട്. തീർച്ചയായും കാനായിലെ കല്യാണത്തിൽ കടന്നു വന്ന് അവരുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും മാതാവ് നിന്നു, അവരുടെ കുറവുകളിൽ അവിടുന്ന് നിന്നു. എന്നിട്ട് അവിടുന്ന് തൻ്റെ പുത്രനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന്. എല്ലാ കുടുംബങ്ങളിലേക്കും മാതാവിനെ ക്ഷണിച്ചാൽ വരാവുന്നതേ ഉള്ളൂ. അവര് വരും, പരിശുദ്ധ മാതാവ് കടന്നു വരും. എന്നിട്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നാം അറിയാതെ, ലോകമറിയാതെ, വിരുന്നുവാഴി പോലും അറിയാതെ അവിടെ അമ്മ തൻ്റെ തിരുപുത്രനോട് പറയും അവർക്ക് വീഞ്ഞില്ല. പരിണിത ഫലം എന്തായിരിക്കും എന്ന് നമുക്കറിയാം. ജനം അത്ഭുതപ്പെടുമാറ് അവിടെ അത്ഭുതം, വലിയൊരു സന്തോഷത്തിന്റെ അടയാളമായ പുതുവീഞ്ഞ് ഉണ്ടായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതുവീഞ്ഞ് നിറയപ്പെടുവാൻ വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.